ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം കൂടി ആശംസിക്കുകയാണ്. ഇന്ന് വിഷുദിനമാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും ഉണ്ടാകട്ടെ. എല്ലാവരും മേടമാസത്തിന്റെ 1-ാം തീയതി നല്ല കണികളൊക്കെ കണ്ട് ദൈവികമായ ചിന്തയോടുകൂടി ഒരു നല്ല ദിനം തുടർന്നിരിക്കുകയാണ്. അതിന്റെ ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് പറയുന്ന സബ്ജക്ട് എന്താന്ന് ചോദിച്ചാൽ, ലൈഫ് ലേറ്റ് ആയാലും ലോസ്റ്റ് ആക്കേണ്ടതില്ല. മനസ്സിലായോ? അപ്പൊ അതെന്താ ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലേറ്റ് എന്ന് സൊസൈറ്റി പറയും. നമ്മൾ ഇന്ന പ്രായത്തിനകത്ത് നമുക്കൊരോ പ്രായം വെച്ചിട്ടുണ്ട് സൊസൈറ്റി. ഇന്ന സമയത്ത് ഡിഗ്രി പഠിക്കണം, ഇന്ന സമയത്ത് പ്രീ ഡിഗ്രി പഠിക്കണം, ഇന്ന സമയത്ത് സെറ്റിൽ ആവണം, ഇന്ന സമയത്ത് വിജയിക്കണം. മനസ്സിലാവുന്നു? ഇതെല്ലാം ആരാ പറഞ്ഞ്? സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചു വെച്ചേക്കുക. സംശയമുണ്ടോ? അപ്പം ഒരു ടൈം ലൈൻ നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമല്ല. അത് സൊസൈറ്റി നിന്നോട് പറഞ്ഞാലും മോൾ എന്താ വിചാരിക്കണ്ടേ? നിന്റെ ടൈം ലൈൻ അല്ല, മറിച്ച് 28-ാം വയസ്സിൽ സെറ്റിൽ ആവണം. അതൊരു ടൈം ലൈൻ ഉണ്ടാക്കി വെച്ചേക്കുക. 30-ാമത്തെ വയസ്സിൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കണം, ഇത്ര വയസ്സിൽ വീട് വെച്ചിരിക്കണം, ഇത്ര വയസ്സിൽ നമുക്ക് PSC ജോലി മേടിക്കണം, അല്ലെങ്കിൽ വേറൊരു ജോലി കിട്ടിയിരിക്കണം, നീ 10-ാം ക്ലാസ്സിൽ 15. ഇങ്ങനെ നമുക്ക് എന്തിട്ടിരിക്കുന്നു? സൊസൈറ്റി നമ്മളെ ഗൈഡ് ചെയ്ത് വെച്ചേക്കുക. മനസ്സിലാവുന്നു? സൊസൈറ്റി നമ്മളെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് വെച്ചേക്കുക. ഇത് സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്ടേഷനാണ്. ഇത് ആരുടെ എക്സ്പെക്ടേഷന്? സോഷ്യൽ എക്സ്പെക്ടേഷൻ, സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷന്. സൊസൈറ്റി ചിന്തിക്കുന്നത് ഇങ്ങനെ ആവണം. മനസ്സിലാവുന്നു? ബട്ട് നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു റൂൾ ഇല്ല എന്ന് ചിന്തിക്കും. എന്തോ? നിന്റെ ജീവിതത്തിൽ പക്ഷേ അത്തരത്തിൽ ഒരു റൂൾ ഇല്ല. ഇത് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. സൊസൈറ്റി പറയുന്നത് നമുക്കൊരു ഗൈഡ് ലൈൻ തരികയാണ്. പക്ഷേ ആ ഗൈഡ് ലൈൻ തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് 10-ാം ക്ലാസ്സിൽ പഠിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് നമുക്ക് പിന്നെ 10-ാം ക്ലാസ് പഠിക്കരുത് എന്നില്ല. ഐഡിയ മനസ്സിലായോ? നമുക്ക് ജീവിതത്തിൽ മാറണമെന്നുള്ളത് ഏത് സമയത്തുമാകാം, ഏത് സമയത്തും വിജയം വരിക്കാൻ കഴിയുമെന്ന ചിന്തയാണ് നമ്മളിൽ വരേണ്ടത്. ഒരു നല്ല ദിവസമായി പറയുന്നത് മനസ്സിലായോ? ലേറ്റ് ആയാലും ലോസ്റ്റ് ആകരുത്. മനസ്സിലാവുന്നു? ഐഡിയ കിട്ടിയോ? ഇപ്പൊ രണ്ടാമതൊരു പോയിന്റ് ഞാൻ പറയുന്നത്, എല്ലാവരും അവരവരുടെ യുദ്ധങ്ങളാണ്, ജീവിത യുദ്ധങ്ങളാ ചെയ്യുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് എവരി വൺ ഈസ് ഫൈറ്റിംഗ് ഡിഫറെന്റ് ബാറ്റിൽ. എല്ലാവരും ഒരു യുദ്ധത്തിന്റെ ഭാഗമല്ല. മനസ്സിലാവുന്നോ? അതുകൊണ്ട് പുറത്ത് കാണുന്നത് നമ്മൾ പറയും സക്സസ്. എന്തുവാ? പുറത്ത് കാണുന്നതാണ് വിജയമെന്ന് പറയും. പക്ഷേ അകത്താണ് റിയൽ സ്ട്രഗിൾ നടക്കുന്നത്. അതാരും കാണുന്നില്ല. നിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം ആരും കാണുന്നില്ല. അപ്പൊ സക്സസിന് ഓരോരുത്തരും ഡിഫറന്റ് യുദ്ധങ്ങളാ ചെയ്യുന്നത്. ഒരേ യുദ്ധമല്ല, ഡിഫറന്റ് യുദ്ധമായതുകൊണ്ട് ഡിഫറന്റ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും എന്താണ്? വ്യത്യസ്തമായ പോരാട്ടങ്ങളാണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ചോണം. അപ്പൊ നിന്റെ സ്പേസ് അവിടെ ഉണ്ടെന്നല്ലേ അതിനർത്ഥം. മോടെ വിജയം ഒരിക്കലും വേറൊരാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ബുദ്ധിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ യുദ്ധം ചെയ്തിരിക്കണം. നമ്മൾ നമ്മുടെ യുദ്ധം ചെയ്യണം. റീസ്റ്റാർട്ട്. മനസ്സിലാവുന്നു? ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറരുത്. എന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഏജ് ലിമിറ്റിന്റെ ആവശ്യകത. അപ്പോ ഞാൻ എന്താ പറഞ്ഞേ? റീസ്റ്റാർട്ട് ചെയ്യാൻ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. നിങ്ങൾക്ക് ഏത് നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ചു വരുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷെ നിങ്ങളുടെ പോരാട്ടം നിങ്ങൾ തിരിച്ചറിയണം.
നിങ്ങൾ ചെയ്യുന്ന യുദ്ധം നിങ്ങളുടെ യുദ്ധമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്യുന്ന യുദ്ധം വേറൊരാൾക്ക് വേണ്ടിയല്ല എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ. അപ്പൊ പപ്പ പറഞ്ഞ അടുത്ത പോയിന്റ് എന്തോ, റീസ്റ്റാർട്ട് ചെയ്യാൻ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. 20 നിങ്ങൾ മിസ്റ്റേക്ക് ആയാലും 30 തുടങ്ങിയാലും മതി, 30 തുടങ്ങിയ 40 സ്റ്റാർട്ട് ചെയ്താലും മതി. മനസ്സിലായോ? അതായത് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റായി എന്ന ഒരു ചിന്ത വേണ്ട. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പഠിച്ചോ? ജീവിതത്തിൽ പരാജയപ്പെട്ടു, എനിക്കിനി പറ്റില്ല. നിങ്ങൾ ആരെ ഓർക്കണം? KFCയുടെ മുതലാളിയെ ആലോചിച്ചോണം. 64-ാമത്തെ വയസ്സിൽ തന്റെ സോഷ്യൽ, അതായത് സോഷ്യൽ ബെനിഫിറ്റ്സ്, അതായത് സാമൂഹ്യ ബെനിഫിറ്റ് മേടിച്ചുകൊണ്ട് ആ $1000 കൊണ്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു ബിസിനസ് ലോകത്തെ കീഴടക്കാൻ കഴിഞ്ഞു എങ്കിൽ വിജയം മനസ്സിലാവുന്നോ? കൊച്ചുനാൾ തൊട്ടുള്ള വിജയമാണ്. അതോടൊപ്പം തന്നെ ചെറുപ്പത്തിലാകാം, അല്ലെങ്കിൽ പ്രായമാകുമ്പോഴാവാം, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലാവാം. എന്തുകൊണ്ടാണ് ആ വിജയം വരുന്നത്? അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവരെന്ത് ചെയ്ത്? പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇത് നിങ്ങൾ ആലോചിച്ചോണം. മനസ്സിലായോ? 20 മിസ്റ്റേക്ക് ആയാൽ 30 ചെയ്യാനും മടിക്കണ്ട. കാരണം നിങ്ങൾ പരാജിതരാണെന്ന് നിങ്ങൾ സമ്മതിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പരാജയം കുറിച്ചിടപ്പെടുകയില്ല. റസൂൽ പൂക്കുട്ടി വാസ് ദ ബെസ്റ്റ്. നിങ്ങൾ പഠിക്കേണ്ട അടുത്ത പോയിന്റ്. അപ്പോ നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ടത്, സ്ലോ പ്രോഗ്രസ് ഈസ് സ്റ്റിൽ പ്രോഗ്രസ്. പതുക്കെ ഉണ്ടാകുന്ന വിജയങ്ങളും ആ ഡെവലപ്മെന്റ്സും ചെറുതായി ഉണ്ടാകുന്നത് കൊണ്ട് അത് വിജയമല്ല എന്ന് കരുതാതിരിക്കരുത്. ഓരോ ദിവസം നിങ്ങൾ 1% വെച്ച് വളരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയത്തിന് കാരണമായി മാറും. നിങ്ങൾ അത് കൃത്യമായി ഓർത്തോണം. നീ സ്ലോ ആയാലും ഫയറായി നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് കാര്യം ചെയ്യുന്നത്, മനസ്സിലാവുന്നോ? എന്ന് വിചാരിച്ചാലും നിങ്ങൾ ഫയറായി ചെയ്യുക, ചെയ്യുന്ന കൃത്യമായി ചെയ്യുക, അത് ഫൈനായി ചെയ്യുക. പക്ഷെ എന്ത് സംഭവിക്കരുത്? സ്റ്റോപ്പ് ആകരുത്. That is real success. Stop. Yes. What is real success? Work hard, even if it's slow. Slow progress is still progress. Yes. നിങ്ങൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ വിജയിക്കും. മനസ്സിലായോ? അടുത്ത ഒരു പോയിന്റ് ഞാൻ പറയുന്നത്, പലർക്കും തോന്നുന്നതാണ്, എല്ലാവരും അങ്ങ് വിജയിച്ച് മുന്നോട്ട് പോയി, ഞാൻ പിറകിലാണെന്ന ചിന്ത. ഒരു കമ്പാരിസൺ മെന്റാലിറ്റി. മനസ്സിലാവുന്നു? ഈ ചിന്തയിൽ നമുക്ക് ആലോചിച്ചോണം. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഈ പ്രഷർ എടുക്കുമ്പോൾ ഡിസിഷൻ എടുക്കരുത്. വലിയ പ്രഷറിൽ ഡിസിഷൻ എടുക്കരുത്. മനസ്സിലായി. നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോയി, ഞാൻ മാത്രം പിന്നിലാണ് എന്ന് ചിന്തിക്കരുത്. ഈ ചിന്തയിൽ നമ്മൾ ഒരു തീരുമാനവും എടുക്കരുത്. അത് തെറ്റിപ്പോയി. മനസ്സിലാവുന്നോ? യുവർ ടൈം ഈസ് യുവർ പവർ. എന്താണ്? നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ പവറായി മാറുന്നത്. മനസ്സിലാവുന്നോ? യുവർ ടൈമിംഗ് ഈസ് യുവർ പവർ. അത് വരും. നീ ഡിലേ ആകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. കാണത്തില്ലയോ? ഉണ്ട്. നിനക്ക് ആ പ്രായത്തിൽ ഇപ്പൊ നമ്മുടെ ബെനിറ്റ് നമ്മളെ കാണുന്നു, ഷിബു ഏഞ്ചൽ കാണുന്നു, സാലൂമത്തായി കാണുന്നു. അപ്പം നമ്മൾ ഡിലേ ആയെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ സക്സസ് ആകുന്നതിന് നമ്മൾ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ ഓവർകം ചെയ്ത് നിങ്ങൾ കൃത്യമായ സമയത്ത് നിങ്ങൾ കുതിച്ചു ചാടിയിരിക്കും. എങ്ങനെയാണെങ്കിൽ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾ മാറാൻ ആഗ്രഹിച്ച ആ മനസ്സിനെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ നിങ്ങൾ തളരില്ല. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഗ്രോത്ത്, ലേണിംഗ്, മെച്യൂരിറ്റി. ഇപ്പം
ഓരോ സാഹചര്യങ്ങളിൽ ഇപ്പൊ ഷിബുബായി ആണ്. ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുനാളിൽ ചിലപ്പം വിദ്യാഭ്യാസം ആ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കട്ടെ, അദ്ദേഹം മനസ്സിലാക്കി ഇതാണ് ശരി. ഓരോ ദിവസവും അദ്ദേഹം ഇന്നത്തേനേക്കാൾ നാളെ എന്തു മെച്ചപ്പെടുത്താമെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചു വരുമ്പോ ഇന്നുകളിൽ പെർഫെക്റ്റായി ചെയ്യുമ്പോ നാളകൾ മനോഹരമായി മാറും. സംശയമുണ്ടോ? ഇല്ല. എന്താണ്? ഇന്നുകൾ നിങ്ങൾ പെർഫെക്റ്റായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നാളകൾ നിങ്ങളുടെ പെർഫെക്റ്റായി മാറും. മനസ്സിലാവുന്നോ? നിങ്ങൾ ഇന്ന് നല്ലോണം ചെയ്യുക. ഒരു ദിവസം ഞാൻ ഇന്നലത്തേനേക്കാൾ എന്ത് ബെറ്റർമെന്റായി ഇന്ന് ചെയ്തു, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. സക്സസ് ഒരിക്കലും ഒരാളുടെ കുത്തകയല്ല, അത് വരിക തന്നെ ചെയ്യും. പക്ഷെ നീ ഒരു കാര്യത്തിൽ കൃത്യമായി ചിന്തിക്കണം. അതിനുവേണ്ടി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ 100% അത് നിങ്ങളെ തേടി വരും. മനസ്സിലായോ? സക്സസ് ഒരാളുടെയുമല്ല, സക്സസ് എല്ലാവരുടെയുമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി കോപ്പ് കൂട്ടുന്ന സമയത്ത് എങ്ങനെ ഈ യന്ത്രത്തോക്കുകളുടെ മുന്നിൽ നിൽക്കാമെന്ന് വിചാരിച്ച കാലഘട്ടത്തിൽ അവരുടെ പോരാട്ടം കൃത്യമായി ചെയ്തപ്പോ അവർ കൃത്യമായ വിജയത്തിൽ എത്തിച്ചേർന്നു. ഭയമുണ്ടാകണ്ട. ഭയം എങ്ങനെ നഷ്ടപ്പെടും? നിങ്ങൾ ചിന്തിച്ചോണം. ഭയം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ ഭയം നഷ്ടപ്പെടും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ജീവിതം ഒരു റേസ് അല്ല, പഠിച്ചോണം. ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടമത്സരം അല്ല, മറിച്ച് ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. യാത്രയിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. പലരെ കണ്ടുമുട്ടും. വേണ്ടതിനെ ചേർത്ത് നിർത്തും, ചിലതിനെ ഉപേക്ഷിക്കും. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തിയോ? പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റൂ. Am I right? ആണോ? ആണ്. നമുക്ക് നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനേഷൻ അറിയാം. ഫിനിഷിംഗ് ലൈൻ ഇല്ലാത്ത ഒരു റേസ് പോലെ കാണുന്നത് നിങ്ങളുടെ സ്ട്രെസ് മാത്രമാണ്. ഫിനിഷിംഗ് ലൈൻ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇതൊരു ചുമ്മാ ഒരു റേസ് മാത്രമായി കാണുമ്പോ അത് ഒരു സ്ട്രെസ് മാത്രമാണ്. ജേണിയായി കാണുമ്പോ നിങ്ങൾക്ക് മീനിങ്സ് കിട്ടും. ഇതൊരു ഓട്ട മത്സരമല്ല. എന്തല്ല? ഇതൊരു ഓട്ട മത്സരം അല്ല. പിന്നെന്താണ്? ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ നിങ്ങൾ ഓരോ ദിവസവും എടുക്കുന്ന ഓരോ ഇനിഷ്യേറ്റീവും പരാജയങ്ങളിലേക്ക് പോകാം. പക്ഷെ അത് പരാജയമല്ല. നിങ്ങളെ കരുത്താക്കാൻ വേണ്ടി വരുന്ന ഓരോ നിലപാടുകളാണ്. മനസ്സിലാവുന്നോ? ഓരോ ദിവസവും നിങ്ങളെ കരുത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ പറഞ്ഞു ഫിയർ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് എന്തിനെയാണ് ഭയം? ഇരുട്ടിനെ ഭയമാണെങ്കിൽ ലൈറ്റ് ഇടുക, ഇരുട്ടത്തേക്ക് ഇറങ്ങി നടക്കുക. ഇരുട്ടത്തിന്റെ ഒരു നിഴല് കണ്ടാലും നിങ്ങൾ ഭയപ്പെടുമെങ്കിൽ ആ നിഴലിന്റെ അടുത്തേക്ക് അലറി വിളിച്ചുകൊണ്ട് ചെല്ലുക. വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തിനാ പിന്നെ അവിടെ ഭയപ്പെടുന്നത്? ഭയമെന്ന് പറയുന്നത് 2 പ്രാവശ്യം നിങ്ങൾ ആ ഭയത്തെ നേരിടുമ്പോൾ മൂന്നാമത് അത് ഭയമാണോ? ഒരു പട്ടി കടിക്കാൻ ഓടിച്ചു, 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഭയപ്പെട്ട് ഓടുകയല്ല. അതിനെ ഫേസ് ചെയ്യാൻ നിന്നപ്പോൾ പട്ടി നിനക്ക് ഫെമിലിയർ ആയി മാറി. ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്. ഫിയർ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ നമുക്ക് ഫിയറിനെ ഓവർകം ചെയ്യാം? എക്സ്പീരിയൻസിലൂടെ. അതിലേക്ക് ഇറങ്ങിച്ച്. അപ്പോ ജീവിതം എന്ന് പറയുന്നത് ഒരു റേസിംഗ് അല്ല, ഒരു ജേർണിയാണ്. അതുകൊണ്ട് ഞാൻ മത്സരത്തിൽ തോറ്റു എന്ന് പറഞ്ഞു മാറി നിൽക്കാമോ? എന്ത് ചെയ്യാൻ പാടില്ല? മത്സരത്തിൽ തോറ്റു എന്ന് പറഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. ഇതെന്താണ്? എന്റെ ജീവിതമാണ്, ഞാൻ ഓടിത്തീർക്കേണ്ടതാണ്, ഞാൻ എന്താണ് ജീവിച്ചു തീർക്കേണ്ടതാണെന്ന് ചിന്തിച്ചോണം. മനസ്സിലായോ? നീ വൈകിയതല്ല. എന്താണ്? അപ്പം അറിയോളൂ. നീ വൈകിയതല്ല, നീ എന്ത് ചെയ്യാണ്?
നീ തയ്യാറെടുക്കുകയാണ് എന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിലായോ നീയ? അപ്പം ഞാന് ഈ പോയിന്റ്സ് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ മോക്ക്? ഞാൻ എന്തിനെ പറ്റി ഇപ്പൊ പറഞ്ഞേ? എന്ത് ടോപ്പിക്സാ പറഞ്ഞേ? ലൈഫ് ലേറ്റ് ആയാലും ലോസ്റ്റ് ആക്കരുത്. മനസ്സിലായോ? ആൾക്കാർ പറയും എന്ത്, നീ തോറ്റുപോയി എന്ന്. തോക്കുമോ? ഇല്ല. ജീവിതം അങ്ങനെ അടിയുറച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. മനസ്സിലായോ? ഇപ്പൊ സിന്ധു ചേച്ചി വിഷുവുമായിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതോടുകൂടി ഞങ്ങളുടെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.